ഇടുക്കിയിൽ ഇന്നലെ വൈകിട്ട് പെയ്ത ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ 1.5 മീറ്റർ വീതം ഉയർത്തി. തൊടുപുഴ, മൂവാറ്റുപുഴ ആറിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ ഇന്നലെ പെയ്ത കനത്ത മഴ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. വിവിധ സ്ഥലങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുളമാവ് നാടുകാണിക്ക് സമീപം 5 കാറുകളുടെ മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണു. ഉച്ചയ്ക്ക് 1 മണി മുതൽ തുടങ്ങിയ മഴയാണ്. നിർത്താതെ നല്ല ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ഇത് 2 ഘട്ടമായിട്ടാണ് ഇവിടെ ഇടിഞ്ഞത്. അതായത് ആദ്യം ഇടിഞ്ഞ് കുറച്ച് വന്നു. അതിന് ആളുകൾ അപ്പോൾ താഴേന്ന് കയറി വന്ന ആളുകൾ, ഇത് പുളിമലയ്ക്ക് ആ റോഡാണല്ലോ, അപ്പോൾ അങ്ങോട്ട് കയറി വന്ന ആളുകൾ, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് റോഡോടെ പോകുന്ന ആളുകൾ അപ്പോൾ ഇവിടെ വന്ന് ചേർന്ന് കിടന്നുവെച്ചിട്ടാണ് ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് തന്നെ 2ാം ഘട്ടം ഇടിഞ്ഞു. കരിപ്പലങ്ങാട് പാടത്തിൽ അനുജാമോളുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ചെറിയ പരിക്കുകൾ പറ്റിയെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നീരൊഴുക്ക് വർദ്ധിച്ചതോടുകൂടി മലങ്കര അണക്കെട്ടിലെ 6ൽ 5 ഷട്ടറുകളും 1.5 മീറ്റർ വീതം ഉയർത്തി തൊടുപുഴ ആറ്റിലേക്ക് ജലം ഒഴുക്കുകയാണ്. തൊടുപുഴ മൂവാറ്റുപുഴ ആറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പൂച്ചപ്ര കൊളപ്പുറത്ത് സഹോദരങ്ങളായ കോഴിക്കാട്ട് നാരായണന്റെയും ദിവാകരന്റെയും വീടിന് ഇടയിലൂടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പോൾ ഭയങ്കര നടക്കം കേട്ടു. ഞങ്ങൾ നോക്കി പ്ലാവിൻ്റെ മരത്തിൻ്റെ ഏക്കറൊക്കെ ഇങ്ങനെ പോരുന്ന കണ്ടായിരുന്നു. ഞങ്ങൾ അന്നങ്ങനെ അപ്പം അന്നേരം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഉരുൾപൊട്ടലിൽ രാത്രിയിൽ ഒറ്റപ്പെട്ടുപോയി ഭീതിയിലായ കുടുംബത്തെ നാട്ടുകാരാണ് സാഹസികമായി പുറത്തെത്തിച്ചത്. തോടിനെ ഉരുൾപൊട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അകപ്പെട്ടു പോയെന്ന് എന്നോട് വിവരം വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ കൂട്ടുകാരും ഒത്ത് ഇവിടെ വന്നു. അപ്പോൾ 2 തോടിനും 2 വലിയ ഉടലുകൾ വന്നുപോയി. അപ്പോൾ അവിടെ കിടന്ന് കൊച്ചിൻ്റെ കാർച്ചയൊക്കെ ഞങ്ങൾക്ക് കേൾക്കാം. പക്ഷേ ഞങ്ങൾക്ക് അടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്നുവെച്ചാൽ കല്ലുകളൊക്കെ ഉരുണ്ട് വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ധൈര്യം സംഭരിച്ച് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി നാട്ടുകാർ കൂടി മെഷീൻ ബോൾ എടുത്തുകൊണ്ട് വന്നു. ഒരു പന വെട്ടി ഇട്ടു. ഞങ്ങൾ വടം എടുത്തുകൊണ്ട് വടം കെട്ടി അവരെ ഇക്കരയൊക്കെ ഞങ്ങൾ കടത്തുക ചെയ്ത്. കൂട്ടുകാരനും കുടുംബവും ഉരുൾപൊട്ടലുണ്ടായി ഒറ്റപ്പെട്ടു എന്ന് അറിയുമ്പോൾ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഓടിയെത്തുന്ന കൂട്ടുകാർ ഇവിടെയുമുണ്ടായി. ഉരുൾപൊട്ടലുണ്ടായ പൂച്ചപ്ര കൊളപ്പുറത്തു നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.